ബൈബിൾ പഠനം ലേവ്യരുടെ പുസ്തകം പഞ്ചഗ്രന്ഥിയിലെയും ബൈബിൾ ആകമാനമുള്ളതിലെയും മൂന്നാമത്തെ പുസ്തകമാണ് ലേവ്യർ എന്നറിയപ്പെടുന്നത്. ബലികളാലും ആരാധനകളിലും പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ലേവ്യരെക്കുറിച്ച് ഈ ഗ്രന്ഥം കൂടുതലായി പ്രതിപാദിക്കുന്നതുകൊണ്ടായിരിക്കണം ഇതിന് ഈ പേര് ലഭിച്ചത്. സപ്തതി ലൗത്തിക്കോൺ എന്നും ഉൾഗാത്ത ലൗത്തിക്കൂസ് എന്നുമാണ് ഈ ഗ്രന്ഥത്തെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് എന്നാണ് പറയുക. യഹൂദർ ഈ ഗ്രന്ഥത്തെ വൈക്ര എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ മാർഗനിർദ്ദേശിക ഗ്രന്ഥമായി ഹെബ്രായ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ ഗ്രന്ഥത്തെ കാണിക്കുന്നുണ്ട്. രചനാകാലവും ഗ്രന്ഥകർത്താവിനെയും നോക്കാം. മോശയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. മോശയുടെ 3-ാമത്തെ പുസ്തകം എന്ന പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെട്ടിരുന്നത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയവയാണ് എന്ന് ഏകദേശം 56 തവണ ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും മോശ എന്തെങ്കിലും എഴുതിയെന്ന് ഈ പുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല. ആധുനിക ബൈബിൾ ഗവേഷണങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിൻ്റെ രചന മോശയ്ക്ക് ശേഷം ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞാണ് നടന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം BC 500-നോടടുത്തായിരിക്കണം ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത്. ഇപ്പോഴുള്ള രൂപത്തിൽ പഞ്ചഗ്രന്ഥിയുടെ ഉറവിടങ്ങളിലൊന്നായ പുരോഹിത പാരമ്പര്യമാണ് ഇതിൻ്റെ ഉറവിടമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മോശയിൽ നിന്നായിരിക്കാം. ഇതിലെ നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റിയുള്ള വിവരണങ്ങൾ മറ്റു പഴയ നിയമ ഗ്രന്ഥങ്ങൾ പോലെ വാചിക പാരമ്പര്യമായി വളരെ കാലം നിലനിന്നിരിക്കാം. കൂടാതെ ഓരോ കാലത്തിൻ്റെയും ആവശ്യവും സാഹചര്യങ്ങളും അനുകരിച്ച് ഭേദഗതികളും ഉൾപ്പെടുത്തലുകളും പരിഷ്കരണങ്ങളും വരുത്തിയ ശേഷമായിരിക്കാം ഈ ഗ്രന്ഥം ഇന്നത്തെ ഈ രൂപം പ്രാപിച്ചിട്ടുള്ളത്. ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം നോക്കാം. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ സീനായി മലയിൽ വെച്ച് ദൈവം ഇസ്രായേലിന് നിയമങ്ങൾ നൽകി. അവിടുന്ന് ഇസ്രായേലിനെ തൻ്റെ സ്വന്തം ജനതയായി തിരഞ്ഞെടുത്ത് ഉടമ്പടി സ്ഥാപിച്ചു. ജനത്തോടുകൂടി എന്നും വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം അതിനായി ഒരു സമാഗമ കൂടാരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണവും പ്രതിഷ്ഠയും പുറപ്പാട് ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. സമാഗമ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കാൻ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് മോശ അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തു. ഇനി എങ്ങനെ ആരാധന നടത്തും, അതുവരെയുള്ള കാര്യങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇനി എങ്ങനെ ആരാധന നടത്തണം, പുരോഹിതർക്കുള്ള നിയമങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ ബലികളാണ് അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയവയ്ക്കുള്ള ഉത്തരമാണ് ലേവ്യരുടെ പുസ്തകം നൽകുന്നത്. പുസ്തകത്തിൻ്റെ ഘടന നോക്കാം. 1 തുടങ്ങി 7 വരെയുള്ള അധ്യായങ്ങൾ വിവിധ തരത്തിലുള്ള ബലികളെക്കുറിച്ചാണ് പറയുന്നത്. ബലിയർപ്പണത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ് അവിടെ പ്രധാന പ്രതിപാദ്യ വിഷയം. ദഹനബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, സമാധാന ബലി, ധാന്യബലി എന്നിവയെക്കുറിച്ചൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. 8, 9, 10 അധ്യായങ്ങൾ പുരോഹിതാഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. 8-ാമത്തെ അധ്യായം അഹ്റോൻ്റെയും പുത്രന്മാരുടെയും അഭിഷേകത്തെക്കുറിച്ച് പറയുന്നു. 9-ാമത്തെ അധ്യായം അവരുടെ ആദ്യത്തെ ബലിയർപ്പണത്തെക്കുറിച്ച് പറയുന്നു. 10-ാമത്തെ അധ്യായം നാദാബ്, അബിഹു എന്നിവരുടെ അവിഹിത ആചാരങ്ങളെക്കുറിച്ച് പറയുന്നു. 11, 12, 13, 14, 15 അധ്യായങ്ങൾ ശുദ്ധീകരണ നിയമങ്ങളാണ് പറയുക. 11-ാമത്തെ അധ്യായം ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 12 തുടങ്ങി 15 വരെയുള്ള അധ്യായങ്ങൾ വിവിധതരം അശുദ്ധികളും അതിൽ നിന്നുള്ള മോചനത്തെയും കുറിച്ചാണ് പറയുക. 16-ാമത്തെ അധ്യായം പാപപരിഹാരമാണ് മുഖ്യ വിഷയം. 17 തുടങ്ങി 27 വരെയുള്ള 10-11 അധ്യായങ്ങളിൽ ജീവിത വിശുദ്ധിയാണ് പറയുക. 17 ബലിമൃഗം അതിൻ്റെ രക്തത്തിലൂടെയുള്ള വിശുദ്ധി, 18 ലൈംഗികതയുടെ വിശുദ്ധി, 19 വിവിധ നിയമങ്ങൾ, 20 വിവിധ ശിക്ഷകൾ, 21 പൗരോഹിത്യ വിശുദ്ധി, 22 ബലിവസ്തുവിൻ്റെ ഭോജനം, 23, 24 അധ്യായങ്ങൾ തിരുനാളുകളെക്കുറിച്ച്, 25 സാബത്ത് വർഷത്തെക്കുറിച്ചും ജൂബിലി വർഷത്തെക്കുറിച്ചും, 26 അനുഗ്രഹങ്ങളും ശിക്ഷകളും, 27 നേർച്ചകൾ എന്നിവയാണ് പ്രതിപാദ്യ വിഷയങ്ങൾ. ഈ പുസ്തകത്തിലെ ലേവ്യരുടെ പുസ്തകത്തിലെ ദൈവശാസ്ത്ര ചിന്തകളെ നോക്കാം. ദൈവം ഇസ്രായേൽ ജനതയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നതാണ് 10 കൽപ്പനകളുടെ ഉള്ളടക്കം. ലേവ്യരുടെ പുസ്തകം ദൈവത്തോടും അയൽക്കാരോടുമുള്ള ഒരുവൻ്റെ ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് വിശദീകരിക്കുകയാണ്.
1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും 18 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ മനുഷ്യർ പരസ്പരം എങ്ങനെ സഹകരിച്ച് ജീവിക്കണമെന്നും കാണിച്ചു തരുന്നു. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 10 പ്രമാണങ്ങളെ പ്രയോഗത്തിലാക്കിയതാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ലേവ്യരുടെ പുസ്തകത്തിലെ പ്രധാന ദൈവശാസ്ത്ര ചിന്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ദൈവസാന്നിധ്യം. ദൈവം എപ്പോഴും ഇസ്രായേല്യരോടൊത്ത് സന്നിഹിതനാണ്. ചിലപ്പോൾ അവിടുത്തെ സാന്നിധ്യം വിളിച്ചറിയിക്കാൻ തീയും പുകയും പ്രയോജനപ്പെടുത്താറുണ്ട്. ജനം അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ അരികിൽ വന്ന് സംപ്രീതനാകും. വിവിധതരം ബലികൾ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളവയാണ്. ഇക്കാരണത്താൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അശ്രദ്ധമായോ അശുദ്ധിയോടെയോ ബലിയർപ്പിച്ചാൽ അവൻ തീർച്ചയായും മരിക്കും. അത് 10-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിലുണ്ട്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവം സന്നിഹിതനാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്ന ദൈവവചനം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്. അതായത് 18-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. മതത്തിൽ അത് ഉണ്ട്. 21-24 അധ്യായങ്ങളിൽ അതാണ് ഉള്ളത്. ലൈംഗികതയിൽ ഈ കാര്യം പ്രസക്തമാണ്. 18-20 അധ്യായങ്ങളിൽ അതുണ്ട്. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ ദൈവ സാന്നിധ്യം ഉണ്ട്. അത് 19-25 അധ്യായങ്ങളിലുണ്ട്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കേണ്ട അവർ, അതായത് 20-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ആവശ്യമുള്ളവരെയും അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാമതായിട്ട് അപ്പോൾ ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റൊരു തത്വശാസ്ത്ര ചിന്ത വിശുദ്ധി അഥവാ പവിത്രതയാണ്. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യവും 45-ാമത്തെ വാക്യവും, 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമൊക്കെ അത് പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലെ പ്രധാന സന്ദേശമാണിത്. പരിശുദ്ധി, ശുദ്ധി, അശുദ്ധി എന്നീ വാക്കുകൾ ഈ പുസ്തകത്തിൽ വളരെയേറെ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവമാണ് പരമപരിശുദ്ധൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ചില അനുഷ്ഠാന മുറകളുമാണ് ഒരുവനെ പരിശുദ്ധനാക്കുന്നത് എന്ന ചിന്തയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സീനായി ഉടമ്പടി വഴി ഇസ്രായേൽ ഒരു പരിശുദ്ധ ജനതയായി എന്ന് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധി പ്രാപിക്കാനായി ഒരാൾ ശുദ്ധനാകേണ്ടിയിരിക്കുന്നു. ശാരീരിക ശുദ്ധി, അംഗവൈകല്യങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവ ശുദ്ധിയുടെ ഭാഗമാണ്. സ്രാവങ്ങൾ, മരണം എന്നിവ മനുഷ്യനെ അശുദ്ധനാക്കും. ചിലതരം മൃഗങ്ങളെയും പക്ഷികളെയും അശുദ്ധമായി പരിഗണിച്ചിരുന്നു. 11 തുടങ്ങി 15 വരെയുള്ള അധ്യായങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതും പരിശുദ്ധിയുടെ അടയാളമായിരുന്നു. 18 തുടങ്ങി 25 വരെയുള്ള അധ്യായങ്ങളിൽ അനുദിന ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധി പാലിക്കണമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇപ്രകാരം ഒരു ജീവിതശൈലി മറ്റു ജനതകളിൽ നിന്ന് ഇസ്രായേൽക്കാരെ വ്യത്യസ്തരാക്കി. മൂന്നാമത്തെ ഒരു തത്വശാസ്ത്ര ചിന്ത ബലികളുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധരായിരിക്കാനുള്ള ആഹ്വാനം ലഭിച്ചെങ്കിലും ഇസ്രായേൽക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ അശുദ്ധരാകാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പരമപരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുന്നവർ ആകേണ്ടിയിരുന്നു. ഇവിടെയാണ് വിവിധ ബലികളുടെ പ്രസക്തി. ബലികൾ പാപമോചകവും ശുദ്ധി പ്രദാനം ചെയ്യുന്നവയുമാണ്. വിവിധതരം ബലികളെക്കുറിച്ചും അവ അർപ്പിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും ലേവ്യരുടെ പുസ്തകം വിശദീകരിക്കുന്നുണ്ട്. ഈ ബലികളെല്ലാം ദൈവം സഹോദരന്മാരുമായി ഐക്യത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഇസ്രായേൽ ജനത്തെ സഹായിച്ചു. നാലാമത്തെ ഒരു തത്വശാസ്ത്ര ചിന്ത സീനായി ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സീനായി ഉടമ്പടിയുടെ ഭാഗമായാണ് ലേവ്യരുടെ പുസ്തകത്തിലെ വിവിധ നിയമങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ 10 പ്രമാണങ്ങളെ നടപ്പിലാക്കിയത് എങ്ങനെയെന്ന് ഈ ഗ്രന്ഥം വിശദമാക്കുന്നുണ്ട്. സീനായി ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1. സീനായി ഉടമ്പടി വഴി ദൈവവും ഇസ്രായേലും തമ്മിൽ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചു. 2. ഉടമ്പടിയുടെ പിന്നിലെ പ്രചോദനം ദൈവത്തിൻ്റെ അളവില്ലാത്ത കൃപയും സ്നേഹവുമാണ്. നിയമം പാലിക്കുന്നതിലൂടെ ഈ കൃപയോട് ഇസ്രായേൽ ജനം പ്രതിബദ്ധത കാണിക്കേണ്ടിയിരിക്കുന്നു. 3. ഉടമ്പടിയുടെ ഭാഗമായി അനുഗ്രഹങ്ങളും ശിക്ഷകളും ദൈവം പ്രഖ്യാപിക്കുന്നുണ്ട്. 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിയമം പാലിക്കുമ്പോഴെല്ലാം അനുഗ്രഹങ്ങളും പാലിക്കാത്തപ്പോഴെല്ലാം ശിക്ഷകളും ജനതയ്ക്ക് ലഭിക്കും.
ഇനി നമുക്ക് ഈ ലേവ്യരുടെ പുസ്തകവും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. യേശുവിനെ അവതരിപ്പിക്കാൻ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ പലപ്പോഴും ലേവ്യരുടെ പുസ്തകത്തിലെ സങ്കല്പങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു എന്ന് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലുണ്ട്. ഇതൊക്കെ ഈ യേശുവിനെ അവതരിപ്പിക്കാനായിട്ട് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നവയാണ്. പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്ന സമയത്ത് തന്നെ പുതിയ നിയമത്തിലെ പാപപരിഹാര കുഞ്ഞാടായ യേശുവിൻ്റെ മരണം നടന്നുവെന്നത് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തീയ ജീവിത ശൈലിയെപ്പറ്റി പറയുമ്പോഴും ലേവ്യരുടെ പുസ്തകം പുതിയ നിയമ ഗ്രന്ഥകാരന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന ദൈവവചനത്തെ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അശുദ്ധരായവർ ബലിയർപ്പിക്കരുതെന്ന് ലേവ്യർ പറയുന്നത് പോലെ അയോഗ്യതയുടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർ തെറ്റ് ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 27 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സഭാ നേതാക്കന്മാർ എല്ലാവർക്കും മാതൃകയായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ അകത്ത് ലേവ്യരുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ യേശു ലേവ്യരുടെ പുസ്തകം ഉദ്ധരിക്കുന്നുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന യേശുവിൻ്റെ വചനം ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലുള്ളതാണ്. ഇങ്ങനെ പുതിയ നിയമവുമായിട്ട് പല കാര്യങ്ങളും ഈ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും.